So, yo, what's up guys? ഇന്ന് നമ്മൾ വൺ ബ്ലോക്ക് വേൾഡിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ വേൾഡിൽ എൻ്റെ അനിയനാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം ഞാനാണ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഈ സ്ഥലത്ത് ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി പാരറ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പാരറ്റ് അകത്തൊന്ന് കയറ്റിയേ. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഇപ്പം നമ്മൾ കുറച്ച് വേൾഡിൽ കയറാൻ പറ്റും. ഓക്കെ, നമുക്കൊരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാം. 4x4. നമുക്ക് കുറച്ച് വുഡും കൂടി വേണം ഗൈസ്. ഇപ്പോൾ കുറച്ച് വുഡും കൂടി മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മളുടെ ബേസ്മെൻറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഓഫ്ലൈനായിട്ട് കുറച്ച് വുഡ് എടുത്ത് വെച്ചായിരുന്നു. ഇത് സാപ്ലിങ് ഇവിടെ ഗ്രോ ആവുമല്ലോ ഇല്ല. ഓക്കെ, നമുക്കെന്നെ ചെയ്യാം. ഇറക്കട്ടെ. എനിക്ക് നമുക്ക് ഉന്തിക്കൊണ്ട് പോയാലേ പറ്റുള്ളൂ ഈ പാരറ്റിനെ. കുറച്ച് നമ്മൾക്ക് ഉന്തിക്കൊണ്ട് പോയിട്ട് പിന്നെ ബാക്കി കാര്യം നമുക്ക് സ്വന്തം ചെയ്യാം. എനിക്കറിയില്ല പാരറ്റ് എന്തിനാ വെറുതെ പറക്കുന്ന ഒച്ച ഉണ്ടാക്കുന്നതാണ്. ഇതിന്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, ബാക്കിയെല്ലാം ഓക്കെ ഗൈസ്, ഇപ്പൊ നമുക്ക് റൂസ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അകത്ത് പോയിട്ട് എടുക്കാം. ഇതാ ബോൺ മീൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബോൺ മീൽ ചെയ്യാം. വളരാത്ത ഇതിന് വളരുമോ? ഇതെന്താ വളരാത്ത? നമുക്കൊന്നും കൂടി ഇത് ഫൈനൽ ആയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ ബോണിൽ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ മരത്തിനൊന്ന് നിർത്തിട്ട് കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മളിപ്പോ ഇതൊക്കെ അൺലോക്ക് ചെയ്ത കുറച്ച് സ്റ്റിക്സ് എടുക്കാം. കുറച്ച് കോബിൾ സ്റ്റോണും നമുക്ക് എടുക്കാം. ഇവനെന്താ തിന്നേ? എന്താ നീ തിന്നേ? ബെറിയാണ് തിന്നുന്നത്. എന്താ വേണ്ടേ? നമ്മൾ ഇതിന്റെ
വാണ്ടറിംഗ് ട്രേഡറെ ബൈ ബൈ. ഒരു ലാമ പോയിട്ടുണ്ട്. ഈ ലാമ നമുക്ക് ലീസ് ചെയ്യാം. നമ്മളുടെ വീടിന്റെ പുറത്ത് കെട്ടി വെക്കാം. നമുക്ക് പുതിയ ലാമേനെ അയ്യേ നമുക്കൊരു ലാമേനെയും കിട്ടി. പിന്നെ മറ്റേ അതിനും പിടിക്കടാ, മറ്റേ ഫോക്സ് ഓക്കെ ഗായ്സ്, ഇപ്പം നമുക്ക് കുറച്ച് ഫോക്സിനെയും കൂടി പിടിക്കാം. ഓക്കെ, ഫോക്സ് എവിടെ? ടേർട്ടലിന് ഇപ്പത്തേക്ക് പിടിക്കാം. ടേർട്ടിൽ യൂസ് അറിയാം. ചമ്മി പോയി. ഫോക്സ് ഏതാ? ഈ ഫോക്സ് കുറച്ച് ഫാസ്റ്റാണ്. വാ. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമുക്ക് ഈ ഫോക്സിനും കൂടി ബേസ് നിന്ന് കെട്ടി വയ്ക്കാം. അതിൽ നമുക്ക് മരം വെട്ടാം. ഓക്കെ, ഇവിടെ ഇനിയാണോ ഓടുന്നത് ഞാൻ നോക്കാം. വാവ്, വലിയൊരു മരമുണ്ട് നമ്മളുടെ അടുത്ത്. ഓക്കെ, ഇത് പൊട്ടിക്കാം. ഓക്കെ ഗായ്സ്, നമുക്ക് ഈ മരം പൊട്ടിക്കാം. അതായിരിക്കും ഞാൻ കൂടുതലൊന്നും സംസാരിക്കില്ല. കാരണം മരം പൊട്ടിക്കുമ്പോൾ ജസ്റ്റ് ഇവിടെ നോക്ക്, വോയിഡാ. അപ്പോൾ ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ തെറ്റിച്ച ഓക്കെ. ഇനി ഒറ്റൊരു മരം കൂടി നമുക്ക് വെട്ടണം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയുന്നത്, ഫാം ആനിമൽസിന് വേണ്ടിയാണ്. ആർക്കും അറിയാത്ത അവർക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഇത് പിന്നത്തേക്കൊരു സേഫ്റ്റി ബേസ് ആക്കാൻ വേണ്ടി സ്റ്റെയർ പോലെ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തത് ഇതിനൊരു സേഫ്റ്റി ബേസ് ആക്കാമെന്നാണ്. അപ്പോൾ വേറൊരു പ്ലാന്റിൽ ഗ്രൂ ചെയ്യാമെന്നാണ് പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇങ്ങനെ തന്നെ ഓക്കെ. ഞാൻ മോസ്റ്റ്ലി ഒരു PvP പ്ലെയറാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഇങ്ങനത്തെ ബേസിക് ആയതൊന്നും ഞാൻ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. മറ്റേ ബെഡ് വാർസ് സ്പീഡ് ബ്രിഡ്ജിങ് നല്ലോണം ഫാസ്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ മോസ്റ്റ്ലി എനിക്ക് സ്പീഡ് ബ്രിഡ്ജിങ് അറിയാം. പക്ഷേ നമ്മളിങ്ങനെ ബ്ലോക്സ് പ്ലേസ് ചെയ്ത് ബിൽഡ്സ് ഉണ്ടാക്കുന്നത് അതൊന്നും അത്ര അതൊരു ബ്ലോക്സ് അത്ര പെട്ടെന്നൊന്നും ഞാൻ വലിയ ബിൽഡേഴ്സ് പോലത്തെ ഒന്ന് ഇപ്പം എനിക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ അനിയനെ കുറച്ച് അറിയാം. അവന് അത്ര PP ഒന്നും അറിയില്ല, എന്നാലും ബിൽഡ് ചെയ്യാൻ അറിയാം. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ ബിൽഡിങ് വീഡിയോസും അവൻ്റേതായിരിക്കും. ഇപ്പം നമ്മളുടെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു സ്റ്റാക്ക് വുഡായി ആവാനായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് താഴോട്ടേക്ക് പോകാം.
ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു വാട്ടർ ബക്കറ്റാണ്. വാട്ടർ ബക്കറ്റ് ഞാനിപ്പോൾ ഇത് എന്തിനാ ചെയ്തത്? ഇത് നമ്മുടെ അണ്ടർഗ്രൗണ്ട് ബേസ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാം. ആക്സ് ആണ് നമ്മുടെ അടുത്തുള്ള, അതുകൊണ്ട് ഇത് വെച്ച് പൊട്ടിക്കുന്നത് സ്ലോ ആണ്. ഈ ഒരു വീട്ടും കൊണ്ട് ഇവിടെ പോവുക. ഞാൻ ചെസ്റ്റിൻ്റെ അകത്തൊരു പിക്കാക്സ് വെച്ചതുപോലെ ഒരു ഓർമ്മ ചെസ്റ്റിൻ്റെ അകത്തുണ്ട്. ഞാൻ വെറുതെ ഉദ്ദേശിച്ചത് ഈ ബെറി വെക്കാൻ. ഇനി നമുക്ക് സ്ട്രിപ്ഡ് ലോഗ് കുറച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ച് 12 സ്റ്റെയർസ് ആണ് ഉണ്ടാക്കേണ്ടത്. എട്ട് സ്റ്റെയർസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 12 വേണം. അത് 2 കൂടി വേണം. അപ്പം ഇന്ന് 2 നോക്കാം. അല്ല, ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ലേ? ഹലോ, അത് 5 എടുത്തുണ്ട്. നമ്മളെ സ്പ്രൂസിൻ്റെ മറ്റേ സ്റ്റാച്ചു. ഇനി ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. താഴെ വായിടാ. കിട്ടി. ഗൈസ്, ഞാൻ ഇത് ഫുള്ളും സ്റ്റെയർസ് വെച്ചിട്ട് ശരിയാക്കി ഞാൻ കാണാം. ഗൈസ്, ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയർസ് പണിയാൻ തന്നെ കുറേ കഷ്ടപ്പെട്ടു. സ്റ്റെയർസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുള്ളും ഔട്ട്ലൈൻ ചെയ്തിട്ട് നമ്മൾ ഇതിന് ഫുള്ളും ഔട്ട്ലൈൻ ചെയ്തിട്ട് ഇതിന് പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഫൈനലി 5-6 പ്രാവശ്യം മരിക്കുന്നതിന് രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെയോ ഈ ലേ ഔട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ട ഇതിന് ഫുള്ള് ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ല് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ട്രീൻ്റെ റൂഫ് ഉണ്ടാക്കണം. അതും കൂടി ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇല്ലേ വില്ലേജസ് വരും, അവർക്ക് വേണ്ടി ഉണ്ടാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. വില്ലേജറിന് വേണ്ടി ഒരു ട്രേഡിംഗ് ഹോൾ പോലത്തെ. ഇവിടെ പിന്നെ എൻ്റെ റൂമും കൂടി ആക്കാം. എൻ്റെ അനിയൻ്റെ ഹൗസ് ഇത് എൻ്റെ റൂം, അങ്ങനെ ആക്കാം. സോ ഗൈസ്, ഫൈനലി ഒരു അരമണിക്കൂർ 45 മിനിറ്റ് ആയി. ഫൈനലി കുറച്ച്
നമ്മൾ ഫാമിലി നമ്മളുടെ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫിഷ് ഫാം. ഓക്കെ, ഇതിലൊരു ജസ്റ്റ് ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ബേബിയായ ഈ പിഗ് മാത്രം പുറത്തോട്ടേക്ക് പോകും. ഈ വലിയ പിഗ് പുറത്തോട്ടേക്ക് ഇതിന് ഞാൻ 10 സെക്കൻഡ്. ഓക്കെ, പിഗ് വീടിൻ്റെ ബേബി പിഗാണ്. മറ്റേ പിഗയുടെ താഴെ പിഗ് താഴെ ഒന്നുമില്ല. പിഗ് വീണ് രണ്ട് പിഗ് പോയി കഴിച്ചാതെ ഒരു പിഗ് ഇങ്ങനെ ചാടി, ഒരു പിഗ് പിഗ് ഇവിടെ ഉണ്ടാവില്ലേ? ഉണ്ടോ? പിഗ് പിഗ്. ഓക്കെ, ഒറ്റൊരു കുട്ടി പിഗ് മാത്രം മരിച്ചുള്ളൂ. ബാക്കി എല്ലാ പിഗും ജീവനോടെ ഉണ്ട്. ചീറ്റിങ് എല്ലാവർക്കും ഇങ്ങോട്ട് വന്ന് കോർണറിലോട്ട്. ഈ പിഗ് മാത്രം പുറത്തോട്ട് കയറും, ബാക്കി ഒരു പിഗിനും പുറത്തോട്ട് വരാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമ്മളുടെ കൗസിൻ്റെ ഫാമാണുള്ളത്. മറന്നു, ഇത് അടയ്ക്കാൻ മറന്നു. കൗ പിന്നെ അടുത്ത വീഡിയോയിലെങ്ങാനും ഞാൻ ഈ ട്രീൻ്റെ എൻ്റെ അനിയൻ മോസ്റ്റ്ലി ഒരു ട്രീൻ്റെ മേലെ ഒരു ഫാം ഉണ്ടാക്കും, ഒരു ട്രീ ഹൗസ് പോലത്തെ ഉണ്ടാക്കും. പിന്നെ ഇത് ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഇതെൻ്റെ അനിയൻ്റെ വീടാണ്. കുറച്ചൊക്കെ രസമുണ്ട്, കുഴപ്പമില്ലാത്ത വീട്. ഇവിടെ ഇവൻ്റെ അടുത്ത് ഒരു പാരറ്റും 2 പട്ടികളുണ്ട്, പ്ലാന്റ്സ്, 2 ഡയമണ്ട്, ട്രൈഡൻ്റ് കുറേ ഉണ്ടല്ലോ. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഫിഷിന് വേണ്ടി ഒരു ചെറിയ അക്വേറിയം പോലത്തെ ഉണ്ടാക്കണം. ജസ്റ്റ് ഇതിൻ്റെ മേലെ അക്വേറിയം ഉണ്ടാക്കും ഞാനിവിടെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഒന്ന് ഔട്ടർ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോത്തേക്ക് ഇത്ര മതി. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.